ഞാനാ സാറെ കൊന്നത്. ഇനി എനിക്ക് ചെയ്യല്ലേ. നീ അല്ലെങ്കിൽ പിന്നെ ആരാടാ പറയണോ? ഫിംഗർ പ്രിന്റിൽ നിന്റെ കൈവരലെങ്ങാൻ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാത്തോട്ട് ഞാൻ എങ്ങനെ നൽകാനാ സാറ്? ഞാൻ അറിഞ്ഞത് a lot of money for loans were taken by online. വീഡിയോ സാറ് കണ്ടതല്ലേ? വന്ന മോനെ സാറ് വരുന്നവരെയുള്ളൂ നിന്റെ പൊട്ടാൻ കളി, മനസ്സിലാണോ? അലക്സ്, സാർ ഇവനോട് എങ്ങനെയൊക്കെ ചോദിച്ചിട്ടൊന്നും പറയല്ല സാർ. ഡേവിഡ് ആന്റണി, അപ്പൊ നീ സത്യം പറയില്ല? എനിക്കൊന്നും അറിയില്ല സാറ്, ഞാനല്ല കൊന്നത്. നിന്നേക്കാളും ബാഡ് ക്രിമിനൽസിനെ കൊണ്ട് സത്യം പറയിപ്പിച്ചിട്ടുള്ളതാ ഈ CI ജസീമ. സാറിപ്പോ സീരിയസ് ആയിട്ടല്ലേ? സാറ് സത്യം അറിയണല്ലേ? സാറോടെ ഒന്ന് കഴിക്കണ്ടേ? അടുത്ത മാസം പപ്പ US നിന്ന് വരും. നമ്മുടെ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. മാരേജ് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട്. റിയലി? പിന്നെ മാരേജിന് എനിക്കൊരു 6 മാസം ടൈം വേണം. അതിനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്ത് കാര്യം? അതൊന്നും പറ്റില്ല. സ്റ്റെല്ല, എനിക്ക് കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, അതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. ഓക്കെ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, നാളെ കാണാം ഡിയർ. ഓക്കെടാ. ഓക്കെ. കണ്ടിട്ട് അകത്ത് വേണ്ട, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒന്നും പറയണ്ട, തിരക്കോട് തിരക്ക്. ഇവളുടെ പപ്പയുടെ ഓരോരോ നിർബന്ധം. ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് USA തന്നെ മതിയെന്നു. ആഹാ, നിനക്ക് പിന്നെ കല്യാണത്തിന് കൂടാൻ പറ്റിയില്ല, അപ്പൊ നിന്നെ അങ്ങ് കണ്ടേച്ച് പോന്ന് വിചാരിച്ച്. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ ചായ എടുക്കാം. അയ്യോ വേണ്ട, ഞങ്ങളിപ്പോ കുടിച്ചതേ ഉള്ളൂ. എടാ അയ്യോ, സംസാരത്തിനിടയിലേ ഇവളെ പരിചയപ്പെടുത്താൻ മറന്നു. ഇതെന്റെ വൈഫ് അശ്വതി മേനോൻ. അറിയാം, അശ്വതിയുടെ ഓണർ. അതെ, പോവാല്ലേ? എന്നാ പിന്നെ ഇറങ്ങിക്കോട്ടറാ, അപ്പൊ വന്നിട്ട് കാണാം. ഓക്കെ ബൈഡാ. ഓക്കേടാ, ശരി. ഓക്കേടാ. ചായ. ഒരു ചായ പോലും ഉണ്ടാക്കാറില്ല, പോയി ചത്തൂടറി. അതിനെങ്ങനെ? നല്ല കുടുംബത്തിൽ ജനിക്കണ്ടേ? എന്നാ ഏട്ടാ, ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വിഷം ചേർത്തിട്ടേ നീ തന്നെ കഴിക്ക്. മതിയുടെ നിന്റെ കള്ളക്കണ്ണീര് കുറേട്ട് കണ്ടോണ്ടിരിക്കല്ലേ. എടി, നിന്റെ തന്തപ്പടിക്കത്തിൽ ഉൾപ്പുണ്ടായിരുന്നെങ്കിലേ പറഞ്ഞ പണ്ടമ്മ തന്നേനെ. സാഹചര്യം കൊണ്ടല്ലേ ഏട്ടാ. എന്ത് സാഹചര്യ അടി? എടി, നിന്നെ പോലെ ഒരു വൃത്തിയോട്ടുകൾ കെട്ടിനെതിരെ റോട്ടിലേക്ക് തണ്ടണോ ഞാൻ?
വൃത്തികെട്ടവെന്ന് മാത്രം പറയരുത്. കുറേയായി ഞാനിത് സഹിക്കണു. അല്ലേലും ഏട്ടൻ എന്നെയല്ലല്ലോ സ്നേഹിച്ചത്, എന്റെ സ്വത്തുക്കളല്ലേ. അതേടി, സഹിക്കാൻ പറ്റുന്നില്ലെങ്കിലേ ഒരു ചാവടി. അങ്ങനെ നല്ല കാര്യം ചെയ്യേ. ഞാൻ ചാവേട്ട, ശല്യായിട്ട് ഞാൻ ഇനി വരില്ല. സമയം കളയണ്ടടി. നിക്ക് നീ ഇങ്ങനെ തൂങ്ങിയാ നാളെ ഞാൻ തൂങ്ങും. എൻ്റെ ഫോണെടുത്ത് ഞാൻ പറയുന്ന പോലെ വീട് ചെയ്യും. എന്റെ മരണത്തിൽ ആരും ഉത്തരവാദിയല്ല. എനിക്ക് കുറെ കടബാധ്യതകളുണ്ട്. എൻ്റെ ഏട്ടൻ ഇതറിഞ്ഞ സഹിക്കില്ല. അച്ഛാ, അമ്മ, ഞാൻ പോവാ. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. മോനെ, എന്റെ മോളെ നോക്കിക്കൊണ്ട് റിപ്പോർട്ടിൽ എൻ്റെ പേരിലടകൾ ഉണ്ടാവില്ല സാറേ. നിയമം തോറ്റു സാറേ. നിങ്ങളും തെളിവുകളുണ്ടായിട്ടും ഇരുട്ടിൽ തപ്പുന്ന ഓഫീസർമാരെ നീ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ CA ജസീമയുടെ നിയമം തോറ്റിട്ടില്ലടാ. അപ്പാസേ, മേഡം ഒന്നിട്ട് കാണിച്ചു. ഇവനെ പോലുള്ള ക്രിമിനൽസിനൊക്കെ തീർത്തില്ലെങ്കിൽ പിന്നെ ഞാനിട്ടിരിക്കുന്ന യൂണിഫോമിനോട് എന്ത് ആത്മാർത്ഥതയാണുള്ളത്?